നമസ്കാരം, എല്ലാവർക്കും PSC പ്രോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു മോക്ക് ടെസ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. 15 ചോദ്യങ്ങളുള്ള ഒരു മോക്ക് ടെസ്റ്റ് ആണ്. ഇതിൻ്റെ ഒരു കട്ട് ഓഫ് 11 നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നത്. സോ നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് കമൻറ്റ് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം, 1956 പുനഃസംഘടനയിലൂടെ നിലവിൽ വന്ന സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും എണ്ണം യഥാക്രമം എത്രയാണ്? അപ്പോൾ ഇവിടെ 4 ഓപ്ഷൻസ് ഉണ്ട്. 1956 പുനഃസംഘടനയിലൂടെ നിലവിൽ വന്ന സംസ്ഥാനങ്ങളുടെ എണ്ണവും അതുപോലെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും എണ്ണം യഥാക്രമം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് 1956 പുനഃസംഘടനയിലൂടെ നിലവിൽ വന്നത്. രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യയിൽ പിൻകോഡ് സംവിധാനം നിലവിൽ വന്ന വർഷം. ഇന്ത്യയിൽ പിൻകോഡ് സംവിധാനം നിലവിൽ വന്നത് എന്നാണ്? 1972 ഇന്ത്യയിൽ പിൻകോഡ് സംവിധാനം നിലവിൽ വരുന്നത്. മൂന്നാമത്തെ ചോദ്യം, ചന്ദ്രയാൻ ദൗത്യത്തിൽ ഇന്ത്യയുമായി സഹകരിച്ച രാജ്യം. ചന്ദ്രയാൻ ദൗത്യത്തിൽ ഇന്ത്യയുമായി സഹകരിച്ച രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, റഷ്യയാണ് ചന്ദ്രയാൻ ദൗത്യത്തിൽ ഇന്ത്യയുമായി സഹകരിച്ച രാജ്യം. അടുത്ത ചോദ്യം, വിജ്ഞാന കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ആരാണ്? വിജ്ഞാന കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ആരാണ്? ആൻസർ ഓപ്ഷൻ എ, സാം പിത്രോഡയാണ് വിജ്ഞാന കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ. അടുത്ത ചോദ്യം, ആധുനിക ഇന്ത്യയിലെ ക്ഷേത്രങ്ങൾ എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി, അണക്കെട്ടുകളാണ്. വർണ്ണവിവേചനത്തിനെതിരെ ജനങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഗാന്ധിജിയുടെ പ്രേരണയാൽ ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച ക്ലബ്ബുകൾക്ക് പൊതുവെ പറയുന്ന പേരാണ് പാസീവ് റെസിസ്റ്റേഴ്സ്. ഇത് ഏത് കായിക വിനോദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പാസീവ് റെസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ്? ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി, ഫുട്ബോൾ ആണ്. അടുത്ത ചോദ്യം, അഹമ്മദാബാദ് മിൽ സമരത്തിന്റെ വിജയത്തോടെ തൊഴിലാളികൾക്ക് എത്ര ശതമാനം ശമ്പള വർധനവാണ് ഉണ്ടായത്? ആൻസർ ഓപ്ഷൻ ബി, 35%. അടുത്ത ചോദ്യം, ആധാർ കാർഡുകൾക്കായി വിവരശേഖരണം നടത്തുന്ന യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ നിലവിൽ വന്ന വർഷം. ആധാർ കാർഡുകൾക്കായി വിവരശേഖരണം നടത്തുന്ന യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ നിലവിൽ വന്ന വർഷം എന്നാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, 2009. അടുത്ത ചോദ്യം, BSNL നിലവിൽ വന്ന വർഷം. BSNL നിലവിൽ വരുന്നത് 2000 ഒക്ടോബർ 1. അടുത്ത ചോദ്യം, 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി മാറ്റിയത് 86 ഭേദഗതിയിലൂടെയാണ്. അത് എത്രാമത്തെ ഭേദഗതി ബില്ലാണ്? 86 ഭേദഗതി എത്രാമത്തെ ഭേദഗതി ബില്ലാണ്? ആൻസർ 93 ഭേദഗതി ബില്ലാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ മഹത്തായ സാംസ്കാരിക പൈതൃകത്തെ ബഹുമാനിക്കുക എന്നത് എന്താണ്? ഇന്ത്യയുടെ മഹത്തായ സാംസ്കാരിക പൈതൃകത്തെ ബഹുമാനിക്കുക എന്നത് നമ്മുടെ മൗലിക കടമയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമനയുടെ ഇംഗ്ലീഷ് പരിഭാഷ അറിയപ്പെടുന്നത്? ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമനയുടെ ഇംഗ്ലീഷ് പരിഭാഷ എഴുതിയതാരാണ്? ടാഗോർ തന്നെയാണ് അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ എഴുതിയിരിക്കുന്നത്. അത് അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഇതിൻ്റെ ആൻസർ ദി മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ. ദി മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്നാണ് നമ്മുടെ ജനഗണമനയുടെ ഇംഗ്ലീഷ് പരിഭാഷ അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ദേശീയ പതാകയിലെ നിറങ്ങൾ മുകളിൽ നിന്നും താഴോട്ട് ക്രമമായി എഴുതിയാൽ ശരിയായത് ഏതാണ്? ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി, കുങ്കുമം, വെള്ള, പച്ച. അടുത്ത ചോദ്യം,
ഇന്ത്യയുടെ ദേശീയ കലണ്ടറായ ശകവർഷം ഔദ്യോഗികമായി അംഗീകരിച്ച വർഷം ഏതാണ്? ഇന്ത്യയുടെ ദേശീയ കലണ്ടർ ഏതാണ്? ശകവർഷമാണ്. അത് ഔദ്യോഗികമായി അംഗീകരിച്ച വർഷം 1957 മാർച്ച് 22. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ചുവടെ പറയുന്ന ദേശീയ കലണ്ടറുകളുടെ ആരംഭത്തെ സംബന്ധിച്ച് ശരിയായത് ഏതെല്ലാം? ഓപ്ഷൻസ് നോക്കാം. ശകവർഷം ആരംഭിക്കുന്നത് AD 78, അത് കറക്റ്റാണ്. കൊല്ലവർഷം ആരംഭിക്കുന്നത് AD 825, അതും കറക്റ്റാണ്. മൂന്നാമത്തെ ഓപ്ഷൻ എന്താണ്? ഹിജ്റ വർഷം ആരംഭിക്കുന്നത് AD 622, അതും ശരിയാണ്. നാലാമത്തെ ഓപ്ഷൻ ഗ്രിഗോറിയൻ കലണ്ടർ AD 1600, ഈ ഒരു ഓപ്ഷൻ തെറ്റാണ്. അപ്പോൾ ഇതിൽ ശരിയായത് ഏതൊക്കെയാണ്? ഓപ്ഷൻ സി ആണ്. 1, 2, 3 എന്നിവ മാത്രം. ആദ്യത്തെ 3 ഓപ്ഷനും ശരിയാണ്. ഗ്രിഗോറിയൻ കലണ്ടർ AD 1600 അല്ല, 1582 ഗ്രിഗോറിയൻ കലണ്ടർ. സോ നമ്മൾ 15 ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടമായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.